ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. വണ്ടികളുടെ ഭയങ്കര സൗണ്ട് ഉണ്ടാകും, അന്ന് ജസ്റ്റ് ക്ഷമിക്കുക. കാരണം ഞാൻ വീഡിയോ ഷൂട്ടിങ് തുടങ്ങിയപ്പോഴായിരുന്നു ഇത്രത്തോളം വണ്ടികൾ ഇതിൽ കൂടെ പോകുമെന്ന് മനസ്സിലാക്കിയത്. 5000 കോടി രൂപയ്ക്കൊരു കല്യാണം. ഇത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചായിരിക്കുന്നത്. ദ ഗ്രേറ്റ് അംബാനി വെഡ്ഡിങ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ കല്യാണത്തിനെ കുറിച്ച് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമ്മളിതിൻ്റെ വേറൊരു ആംഗിളാണ് നോക്കാൻ പോകുന്നത്. അതായത് ബിസിനസ് പരമായിട്ട് ഇന്ത്യക്ക് എന്താണ് അംബാനി വെഡ്ഡിങ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺട്രവേഴ്സിയൊക്കെ നമുക്കൊന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. ഈ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ അങ്ങനത്തെ ഒരു സംഭവം വേണോ വേണ്ടയോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം അതെനിക്ക് പേഴ്സണലി എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തൊരു ബിസിനസ് സൈഡ് ഇന്ത്യക്ക് കുറേ ഡെവലപ്മെൻ്റ് ആക്കുന്ന കാര്യങ്ങളും ഈ അംബാനി വെഡ്ഡിങ്ങിലൂടെ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലൈക്കൊന്നും ചെയ്യേണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം, ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ പോലെ കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അംബാനി വെഡ്ഡിങ് കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് നേട്ടമെന്ന് ജസ്റ്റ് ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. കുറേ കാലമായിട്ട് ആ ഉത്സവം പോലെ നടന്ന കല്യാണത്തിന് ഏതൊക്കെ സെലിബ്രിറ്റീസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നെന്ന് നമ്മൾക്ക് അറിയാം. ഞാനായിട്ടത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത്ര പേരെ വന്ന് ആരൊക്കെ വന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ്. ഈ അംബാനി കല്യാണത്തിന് എത്രയോ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ടേം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവർ ആരിനെയൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ളവരാണെന്ന്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഇതുകൊണ്ട് ഇന്ത്യ എങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചത്? ഇതിനു മുമ്പ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ രാജ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സാംസങ് ഫോൺ അല്ലെങ്കിൽ ഹുണ്ടായി കാറ് ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതായിരുന്നു അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സൗത്ത് കൊറിയ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്താണ്? BTS അല്ലെങ്കിൽ K-ഡ്രാമാസ് അങ്ങനത്തുള്ള സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. ഇതിനുള്ള കാരണം അവിടെ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ K-ഡ്രാമയും അല്ലെങ്കിൽ BTS പോലത്തുള്ള സംഭവങ്ങളൊക്കെ വേൾഡ് ഫേമസ് ആയതുകൊണ്ട് സൗത്ത് കൊറിയയ്ക്ക് എന്താണ് നേട്ടമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടൂറിസം ഡെവലപ്പായി. ടൂറിസം മാത്രമല്ല, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പായി. കാരണം നമുക്ക് സൗത്ത് കൊറിയക്കാരൻ്റെ സ്കിന്ന് ഒരു ബ്യൂട്ടിഫുൾ സ്കിന്നായതുകൊണ്ട് തന്നെ അവരുടെ ആ കോസ്മെറ്റിക് എക്സ്പോർട്ട് കൂടി. ഈ കോസ്മെറ്റിക് എക്സ്പോർട്ട് കൂടുന്നതുകൊണ്ട് തന്നെ ആ കൺട്രിക്ക് കുറേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ രാജ്യം എത്രമാത്രം എക്സ്പോർട്ട് കൂടുന്നോ അത്രത്തോളം നമ്മുടെ രാജ്യം വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ BTSും ഈ K-ഡ്രാമ പോലുള്ള സാധനങ്ങൾ ലോക പ്രശസ്തമായതോടെ കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാരണം ഇവരിൻ്റെ ഷോ കാണാം, അല്ലാണ്ട് സൗത്ത് കൊറിയനെ കുറിച്ചൊരു കൺട്രീനെ കുറിച്ച് ഇവർക്കൊരു ഇത് കിട്ടിയിട്ട് അവർ ആ കൺട്രിക്ക് ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്തു. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഇതിലൂടെയും ആ കൺട്രിക്ക് കുറേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് സ്റ്റുഡൻസൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാരണം ഇതൊക്കെ അവരുടെ ഇൻഫ്ലുവൻസ് ആണ്. സോ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ UK റോയൽ വെഡ്ഡിങ്, അതായത് പ്രിൻസ് ഹാരിയും മേഗനുമായിട്ട് തമ്മിലുള്ള വെഡ്ഡിങ്, അവിടെ UK പ്രസ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തു ഇതിനെ. അതുകൊണ്ട് അവരെ വെഡ്ഡിങ് ഡേ ധരിച്ച ഡ്രസ്സ് ലോകമെമ്പാടും പെട്ടെന്നാണ് വിറ്റുപോയത്. അതായത് അത്രയ്ക്കും അവർക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. പോരാത്തതിന് ആ UK പ്രസ് അത്രത്തോളം അത് മാർക്കറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ സെയിൽസ് എത്രയോ മടങ്ങ് വർദ്ധിച്ചത്. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടുത്തെ വെഡ്ഡിങ് നോക്കുകയാണെങ്കിൽ എത്രയോ സെലിബ്രിറ്റീസ് വന്നു. ഇവരൊക്കെ വന്നതിൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ ഇന്ത്യൻ അറ്റയർ ആയിരിക്കും. അതായത് ഇന്ത്യൻ അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് അംബാനി വെഡ്ഡിങ്ങിൽ അവർ പോയത്. സോ ഇതെല്ലാ കൺട്രിയിലും സംസാര വിഷയമാകും. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ കൾച്ചർ ബൂമാവും. ഇവിടെ നമ്മളുടെ ടൂറിസം സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്കിവിടെ ബീച്ച് ഉണ്ട്, നല്ല ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ലാൻഡ് ഫോംസും ഇവിടെ ഉണ്ട്. സോ ഇവരൊക്കെ വരുന്നതിലൂടെ ഇതൊക്കെ നമ്മൾക്ക് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ടൂറിസം സാധ്യതകളൊക്കെ കൂട്ടാൻ പറ്റും. പോരത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ സെലിബ്രിറ്റീസൊക്കെ വന്നത് ഇന്ത്യൻ അറ്റയറിലാണെന്ന്. സോ ആ ഇന്ത്യൻ അറ്റയേഴ്സ് കുറച്ചും കൂടി വേൾഡ് ഫേമസ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി എക്സ്പോർട്ട് സാധ്യതകൾ കൂടും. ഇതിലൂടെ നമുക്ക് ഇന്ത്യക്ക് കുറേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമ്മുടെ കൺട്രി ഗ്രോ ചെയ്യും, കുറേ ടൂറിസ്റ്റുകൾ വരും, ഈ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ആകും, അങ്ങനെ വീണ്ടും കുറേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഈ വലിയ വലിയ ബില്യനേഴ്സ് ഇങ്ങനത്തുള്ള രീതിക്കാണ് അവരുടെ മാരേജ് നടത്തുന്നതെങ്കിൽ ഇതുപോലത്തുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. സോ ഇതിലൂടെ ഇന്ത്യക്കാരെയും കുറേ നേട്ടം ഉണ്ടാവുക. പിന്നെ ഞാൻ കുറേ കണ്ടതാണ്, ഇത്രയും പൈസ ഒരു കല്യാണത്തിന് വേണ്ടി ചിലവാക്കണോ, പൈസ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ. നമ്മളിവിടെ പൈസ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളിതിന് പേഴ്സൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു ആവറേജ് ഇന്ത്യൻ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഏകദേശം 20 to 50% അവർ ടോട്ടൽ സേവിങ്സിന് ചിലവാക്കുന്നത്. പക്ഷേ അംബാനി ചിലവാക്കിയത് വെറും 0.5 to 1% ആണ്. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഈ കാര്യത്തിൽ.
സോ നമ്മളെല്ലാവരും ഇങ്ങനെ 5000 കോടി എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, അത്രത്തോളം ആസ്തിയിൽ നിന്ന് ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം എടുത്ത് ചിലവാക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ മാരേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസിൻ്റെ മാരേജ് എന്ന് പറയുന്നത് 20 to 50% ആണ്. നമ്മളെപ്പോഴും ഇതിന് പേഴ്സൻറ്റേജ് രീതിയിൽ കണക്കാക്കണം, എന്നാൽ ഇതിൻ്റെ ആക്ച്വൽ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. സോ വേൾഡിൽ തന്നെ 11th richest മാൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അവർക്ക് അത് കുറച്ച് ഗ്രാൻഡാക്കണം എന്തായാലും ഉണ്ടാവും. ഇതിൽ നമ്മൾക്കൊന്നും ആരും കുറ്റമൊന്നും പറയാൻ പറ്റും, കാരണം ഇത്രയും പൈസ ഉണ്ടെങ്കിൽ എത്ര പേരെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർ വേറെയും കുറേ സോഷ്യൽ സർവീസൊക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നമ്മളൊന്നും അത് അറിയില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രം. ഈ വന്താര എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ജാംനഗറിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ ഇപ്പോഴാണ് അറിയാൻ വന്നത് ഇത്രത്തോളം വലുതാണെന്നൊക്കെ. സോ നമ്മൾ ഇത്രത്തോളം കാശ് ചിലവാക്കി ഒരു കല്യാണം നടത്തുമെന്ന് പറയുമ്പോഴും അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്നും ആകെപ്പാടെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ വെഡ്ഡിങ്ങിന് ചിലവാക്കിയിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഈ ചെറിയൊരു മൈൻഡ് ഈ പൈസ വെച്ച് മാത്രം കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു പേഴ്സൻറ്റേജ് രീതി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഒരു എമൗണ്ടേ അല്ല ആക്ച്വലി. പിന്നെ ഇതിൽ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാംനഗറിലൊരു എയർപോർട്ട് ഉണ്ടല്ലോ, ഡൊമസ്റ്റിക് എയർപോർട്ട്, അത് ഒരു ദിവസത്തേക്ക് സെലിബ്രിറ്റീസിന് വേണ്ടി മാത്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കുക, അതും ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടെ. പിന്നെ മുംബൈയിലുള്ള ആ ജിയോ കൺവെൻഷൻ സെൻറ്ററിലേക്ക് ജൂലൈ 12 തൊട്ട് 15 വരെ 4 ദിവസത്തേക്ക് ഫുള്ളി ഒരു പബ്ലിക് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആൾ നടത്തുകയാണെങ്കിലും ഇതൊരു പബ്ലിക് ഇവൻ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് വെഡ്ഡിങ് ആണ്. 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ പബ്ലിക് ലൈഫും ബുദ്ധിമുട്ടിലാക്കിയിട്ടാണല്ലോ ഈ കല്യാണം നടക്കുന്നത്. സോ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മളുടെ ആ മോണോപോളി കൂടിക്കഴിഞ്ഞാലും നമ്മളുടെ കൺട്രിക്ക് ഭയങ്കര പ്രശ്നമാണ്. 1-2 ആൾക്കാർ ഭരിക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ പണ്ടത്തെ രാജഭരണം പോലത്തുള്ള അവസ്ഥയും. അപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞിട്ട് ഒരു മോണോപ്പൊളി സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലാണ്ട് നമ്മൾ വൈഡായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇതൊരു ഇന്ത്യക്ക് വേണ്ടി ഒരു ബെനിഫിറ്റാണ് ഈ വെഡ്ഡിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളുടെ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഇത്രയും പൈസ കൊടുത്ത് ചിലവാക്കിയിട്ട് ഒരു കല്യാണം നടത്തണോ, അതോ ആ പൈസ വെച്ചിട്ട് വേറെ പാവപ്പെട്ടവരെ സഹായിക്കണോ, എന്താണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടും ചെയ്യേണ്ട. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനായിരുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.